അപ്പം നമ്മുടെ തൊഴുത്തൊക്കെ രാവിലെ തന്നെ അടിച്ച് കഴുകിയിട്ടിട്ടുണ്ട്. 2 പുതിയ റബ്ബർ മാറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ. സൂപ്പർ റബ്ബർ മാറ്റാണ്. കുറച്ച് വില കൂടുതലുണ്ടെന്നേ ഉള്ളൂ, എന്നാലും നല്ല റബ്ബർ മാറ്റാണ്. പഴയ റബ്ബർ മാറ്റ് അപ്പുറത്തോട്ട് മാറ്റിയിട്ടു. ഇതുണ്ടല്ലേ, ഈ റബ്ബർ മാറ്റ് അപ്പടി പോയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരു വശത്തന്നെ ഉള്ളൂ വലിയ കേട്. അതിങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ ചാണകമൊക്കെ കോരി കഴുകിയിട്ടിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പശുവിനെ ഇറക്കി വെളിയിലാക്കിയിട്ടുണ്ട്. പിന്നെ മണിക്കുട്ടനെ പറമ്പിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂടെല്ലാം അടിച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ പൊന്നിക്കുട്ടി അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട് കേട്ടോ. അവളവിടെ നിന്ന് പുല്ല് തിന്നുവാണ്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാവേ. നമ്മുടെ നാണിക്കുട്ടിയെ ഇവിടെയാണ് കേട്ടോ അടക്കിയേ. അവളെ കുഴിച്ചിട്ടത് ഇവിടെയാണേ. അവളെ കുഴിച്ചിട്ട സ്ഥലത്തൊരു വലിയ കല്ല് എടുത്ത് വെച്ചായിരുന്നേ. ആ കല്ല് കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? കല്ല് താഴേക്ക് ഇറങ്ങിപ്പോയി, ഒരു കുഴിക്കകത്തോട്ടായിപ്പോയി. എന്നാന്ന് ചോദിച്ചാൽ അവളുടെ ശരീരം അങ്ങ് ഇരുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കല്ല് മുകളിലുണ്ടായിരുന്നു. ഈ കല്ല് താഴേക്ക് കുഴിഞ്ഞങ്ങ് പോയി, കുഴിക്കകത്തായിപ്പോയി. ഞാൻ എപ്പോഴും ഇവിടെ വന്ന് നോക്കി നിൽക്കും. ഇവിടെയല്ലേ കുഴിച്ചിട്ടത്. എനിക്ക് ഇതില വരുമ്പോൾ അപ്പടി വിഷമം തന്നെയാണേലും. എപ്പോഴും ഉള്ള കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതിലേ വന്നു കഴിഞ്ഞാൽ അവളുടെ കാര്യം ഓർക്കാതിരിക്കാൻ പറ്റിയല്ലോ. കണ്ടോ, ഒരു കുഴിക്കകത്തോട്ടായിപ്പോയി കല്ല്. പട്ടിയൊന്നും മാന്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിരുന്ന കല്ലായത്. എന്നെ ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. പൊന്നിക്കുട്ടി അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മണിക്കുട്ടനെ കാണാൻ പോകാം. മണിക്കുട്ടനെ അവിടെ കിടന്ന് കരയുന്ന കേൾക്കാവേ. മണിക്കുട്ടൻ എൻ്റെ കാലച്ച കെട്ടിട്ടാന്ന് തോന്നുന്നു അവിടെ കിടന്ന് കാറുന്നുണ്ട്. രാവിലെ അവന് വെള്ളം കൊടുത്തിട്ട് കൂട്ടിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി പറമ്പിൽ കെട്ടി. കണ്ടോ, കുറച്ച് വിറകൊക്കെ കിടപ്പുണ്ട്. ഇപ്പം വിറകിനൊക്കെ ഭയങ്കര ക്ഷാമല്ലേ. നമുക്കിപ്പോഴേ ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ടേ, ഗ്യാസ് കിട്ടുന്നുണ്ട്, ഒരു കുറ്റി ഗ്യാസ് ഇരിപ്പുണ്ട്. എന്നാലും നമുക്കത് തീരാറായിട്ടുണ്ട്. ഒരു കുറ്റി തീരാറായിട്ടുണ്ട്, ഒരു കുറ്റി ഇരിപ്പുണ്ട്, അതെടുക്കാനുണ്ട്. എന്നാലും ഇപ്പോഴല്ല, ഞാൻ എപ്പോഴും വിറക് കണ്ടാൽ ഞാൻ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വയ്ക്കും. ഇപ്പം നമ്മുടെ പൊന്നി പ്രസവിക്കാറായതുകൊണ്ടേ ഞാനിപ്പം മൂരിക്കുട്ടനെ നമ്മുടെ അടുത്തൊരു വീട്ടിലെ തൊഴുത്തിലാണ് കെട്ടുന്നത്. ഇവിടെ പശുക്കളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ തൊഴുത്തിലാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് കെട്ടുന്നത്. ഇതാണ് ആ തൊഴുത്ത്. ഇത്രയും സ്ഥലത്ത് നമ്മൾ കച്ചി മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അവനെ ഇവിടെയാണ് കെട്ടുന്നത്. അവന് നിൽക്കാൻ ഇച്ചിരി സ്ഥലം മതിയല്ലോ. ഇതാണ് തൊഴുത്തിൻ്റെ അകം. ഇതിനകത്ത് മുഴുവനും മണ്ണും കല്ലും മണ്ണും പിന്നെ കണ്ട പള്ളയൊക്കെ ആയിരുന്നു. എല്ലാം അടിച്ചു വാരി ചാണകമൊക്കെ വാരാനായിട്ടാണ് ഈ ബക്കറ്റ് വെച്ചേക്കുന്നത്. ഈ ബക്കറ്റിൽ ചാണകം വാരി എടുത്തുകൊണ്ട് കളയും. ഒരു വശത്ത് കച്ചിയും വെച്ചിട്ടുണ്ട്, മറ്റേ വശത്ത് അവനെയും കിട്ടും. അല്ലെങ്കിൽ അവൻ ഭയങ്കര ശല്യമായിരിക്കും. ഇനി ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും അതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് മണിക്കുട്ടനെ കാണാം. ഞാൻ ആ മേളിൽ കെട്ടിയിരുന്ന കണ്ടില്ലേ, താഴോട്ട് എടുത്ത് ആടി. കയറിന് നീളം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാടാ എടുത്ത് ആടിയേ? മണിക്കുട്ടാ ഡാ, എവിടെ എടുത്തി ആടിയേ? എന്നെ എടുത്തി ആടിയനാ? നമുക്ക് പിന്നെ ഒന്നുകൂടെ മേളിലോട്ട് കയറ്റി കെട്ടാം.
അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.